വേണ്ട ഗോപാലകൃഷ്ണ, എന്നെ സഹായിക്കാൻ എന്നിട്ട് നീ താനും കൂടി വീഴണ്ട. സ്വന്തം തടി അവനവൻ തന്നെ ചുമക്കണമെന്നല്ലേ? അല്ല, അകത്തോട്ടിരിക്കായിരുന്നു. വേണ്ട, എവിടെങ്കിലും ഇരുന്നാ പോരെ. 6 വർഷം മുമ്പ് നമ്മൾ കാണുമ്പോൾ ഞാൻ വീൽ ചെയറില. ഇപ്പോ ഞാൻ എഴുന്നേറ്റപ്പോ ഗോപാലകൃഷ്ണൻ വടികുത്തി. കാലത്തിന്റെ ഓരോ ഇന്ദ്രജാലങ്ങളെ. വാഴാനും വീഴാനും ഓരോ കാലം ഉണ്ടല്ലോ രാഘവൻ നായരെ. ആ അല്ല, രാഘവൻ നായർ എന്താ ഇതുവഴി? ഇത് ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്? 2 മക്കളും കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ നിന്നാ. അപ്പൊ ഇടയ്ക്കൊക്കെ വന്നെന്ന് അന്വേഷിക്കേണ്ട ബാധ്യത ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ ആരുമില്ല. എല്ലാവരും അങ്ങ് പുറപ്പെട്ടു പോയിന്നൊക്കെ ഇടയ്ക്ക് പറയുന്നത് കേട്ടു. അതുകൊണ്ട് ആ ശ്യാമ പോലും കൂടി തിരിഞ്ഞു നോക്കാത്തതേ. അടഞ്ഞു കിടക്കുന്ന വീട്ടിൽ നിന്ന് അന്വേഷിച്ചിട്ട് എന്താ കാര്യം? പോരാത്തതിന് എനിക്കാണെങ്കിൽ നേരെ ചൊവ്വേ നടക്കാനും മേല. സിവിൽ സർവീസ് ട്രെയിനിങ് എന്ന് പറഞ്ഞു പോയ ശാലിനിയെ പറ്റി പിന്നെ യാതൊരു വിവരവും ഇല്ല. ശാരദാമ്മ തമിഴ്നാട്ടിലെവിടെയോ? ശാരികയുടെ ഫോൺ നമ്പർ പോലും ആർക്കും അറിയത്തുമില്ല. അല്ല ഗോപാലകൃഷ്ണ, നിങ്ങൾ തീർത്ഥാടനത്തിന് പോയിരിക്കുമല്ലായിരുന്നോ? രാഘവൻ നായരെ, അത് ഇടയ്ക്ക് ഞങ്ങളപ്പോൾ ബുദ്ധിമുട്ടിലൊക്കെ ആയിപ്പോയേ. ഒരു കള്ളത്തോക്ക് കേസും ഇൻകം ടാക്സ് റെയ്ഡും എൻഫോഴ്സ്മെന്റ് അന്വേഷണമൊക്കെ ആയിട്ടേ. നാട് വിട്ടുപോയി നിങ്ങളതൊന്നും അറിഞ്ഞു കാണാൻ വഴിയില്ല. ഞങ്ങൾ ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നില്ലെങ്കിലും പെൺമക്കളെ കെട്ടിച്ചു വിട്ട് വീട്ടിലേക്ക് ഇടയ്ക്കൊരു അന്വേഷണം നടത്തണമെന്ന നാട്ടുനടപ്പും മര്യാദയൊക്കെ ഉണ്ടേ. അതൊന്നും നിങ്ങൾക്ക് ബാധകമല്ലല്ലോ അല്ലേ? അന്ന് ഞങ്ങളെ സഹായിച്ചത് ഇവിടെ ചാർജ് എടുത്ത വനിതാ കളക്ടറാ. കേസെല്ലാം ഒഴിവാക്കി വിഷ്ണുവിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിടുവിപ്പിച്ചതും റോഡിൽ തകർങ്ങി വീണ ഭാമയെ സ്വന്തം ഔദ്യോഗിക വാഹനത്തിലെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുമൊക്കെ ആ കളക്ടറാ. മിടുക്കിന്ന് പറഞ്ഞോ? മിടുമിടുക്കിയ. ആ പെൺകുട്ടിയെ കൊണ്ട് നമ്മുടെ വിഷ്ണുവിനെ കല്യാണം കഴിപ്പിച്ചാലെന്ന് വരെ ഒരാലോചന എനിക്കുണ്ടായേ. അല്ല, ശാലിനെ പറ്റി വിവരമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, നമ്മുടെ വിഷ്ണുവിനെ ഒരു കളക്ടറുടെ ഭർത്താവായിരിക്കാനുള്ള യോഗ്യതയില്ലേ? ഇടയ്ക്ക് ഇവിടെ ആരും അന്വേഷിച്ചു വന്നില്ല, കുറ്റം പറയാനൊന്നും പറ്റില്ല കേട്ടോ. വിഷ്ണു വന്നിരുന്നു ഒരു വട്ടം. അപ്പോൾ ദേ അന്നവിടെ ആ ചായക്കട അത് പ്രവർത്തിക്കുന്നുണ്ട്. വീടങ്ങ് അടഞ്ഞു കിടക്കുക. ശാരദാമ്മ ശാന്ത ഏൽപ്പിച്ചാണത്ര എല്ലാം. അതിൻ്റെ പ്രത്യുപകാരമായിട്ട് വീടിൻ്റെ അറ്റകുറ്റപ്പണിയൊക്കെ ശാന്ത തന്നെ അങ്ങ് ചെയ്യും. ശാന്തിയും പിടിക്കുക. ആൾപെരുമാറ്റമില്ലാത്ത വീടാന്ന് കണ്ടാ പറയില്ല കേട്ടോ. ഈ ഹോട്ടലിലെ വരുമാനത്തെ പറ്റിയൊക്കെ അന്വേഷിക്കാനേ സ്വന്തം ബന്ധുക്കൾ ആരും വരാറില്ലെന്നും ഒറ്റയടിക്ക് വന്ന് കണക്ക് ചോദിച്ചാൽ പെട്ടുപോകുമെന്നും അന്ന് ശാന്ത വിഷ്ണുവിനോട് പറഞ്ഞായിരുന്നു. ആ കണക്ക് വിവരങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാനും ഉള്ള കാശ് പിരിച്ചുകൊണ്ട് പോകാനും ആ ഗോപാലകൃഷ്ണ ഞാൻ വന്നതേ. എല്ലാത്തിനും ഒരു പെടുപ്പ് വേണമല്ലോ. അല്ല, നിങ്ങൾ വന്നതും അതിന് തന്നെ ആയിരിക്കുമോ അല്ലേ? സംസാരിച്ചേ തൊണ്ട വരണ്ട് ഗോപാലകൃഷ്ണ. ഇത്തിരി കുടിക്കാനെന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. ശാരദേ, ശാരദേ. ഓ, ഒരു വിരുന്നുകാരനുണ്ട്, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ആ വരൂ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം.
ഇരിക്കെ. എല്ലാം അറിഞ്ഞു വെച്ചാ രാഘവനാര് വന്നിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. കുറ്റപ്പെടുത്തലും പരിഹാസവും കുറഞ്ഞു പോയിന്ന് ഞാൻ പറയും. ഞാനായിരുന്നു രാഘവനായരുടെ സ്ഥാനത്തെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. ഇതൊന്നും എന്റെ ബുദ്ധിയല്ല. രാഘവൻ നായർ തന്നെ പറഞ്ഞ പോലെ 6 വർഷം മുമ്പത്തെ ഗോപാലകൃഷ്ണനല്ല ഇത്. ശരീരത്തിന്റെ തളർച്ച മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. മുമ്പായിരുന്നെങ്കിൽ 6 മിനിറ്റ് വേണ്ടി വരില്ലായിരുന്നു ഗോപാലകൃഷ്ണൻ ഇതൊക്കെ പരിഹരിക്കാൻ. ഗോപാലേട്ടാ, കുടിക്കാൻ ചായ ഒക്കെ. ചായയോ കാപ്പിയോ എന്തായാലും വിരോധമില്ല ശാരദാമ്മേ. ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ശാരദേ. രാഘവൻ നായർക്ക് എല്ലാം അറിയാം. ആണുങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ശാരദാമ്മേ. കള്ളം പറഞ്ഞാലും അത് അവരുടെ മുഖത്തറിയാം. പെണ്ണുങ്ങളുടെ മനസ്സിൽ രഹസ്യങ്ങൾ ഇരിക്കില്ല എന്നൊക്കെ പറയില്ലേ, ഒക്കെ ചുമ്മാതാ. എത്ര കനപ്പെട്ട രഹസ്യവും എത്ര കാലം വേണമെങ്കിലും മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയും പെണ്ണുങ്ങൾക്ക്. ഞാൻ വന്നതേ അവളെ ഒന്ന് കാണാനാ. എന്തെങ്കിലും സമാധാനം പറയാനുണ്ടെങ്കിൽ അവളാണല്ലോ പറയേണ്ടത്. അവളെ വിളിക്കാൻ. ശാലിനി, എന്താ അമ്മേ? ഒന്നെങ്കി വന്നേ. എന്താ അമ്മേ കാര്യം? അച്ഛൻ വിളിക്കുന്നു പറയേ. അച്ഛൻ വിളിക്കുന്നു മോളെ. അതാ വരുന്നു. എന്താ അച്ഛ വിളിച്ചേ? ഞാനല്ല, ഈ അച്ഛനാ അന്വേഷിച്ചത്. വിശേഷിച്ചൊന്നുമില്ല. നിന്നെ ഇങ്ങനൊന്ന് കാണണമെന്നുള്ളതേ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. കണ്ടു, ആഗ്രഹം സഹായിച്ചു. അപ്പോ മറന്നിട്ടില്ല നീ എന്നെ അല്ലേ? എന്നോട് പൊറുക്കണം. എന്നോട് ക്ഷമിച്ചൊന്ന് പറയാതെ പോയി കളയല്ലേ. എഴുന്നേക്ക്.
എഴുന്നേക്ക്. അച്ഛൻ എന്നെ തല്ലിക്കും, അതേപോലെ ശിക്ഷിച്ചു. പക്ഷെ എന്നോട് വെറുപ്പ് മാത്രം കാണിക്കല്ലേ. ദേ, ഒന്നോട്ട് വെച്ചതെന്താണ്ടല്ലോ. അല്ലേ ഗോപാലകൃഷ്ണ? പിന്നല്ലാതെ. ആ, നിന്നോട് രണ്ടെണ്ണം പറഞ്ഞിട്ട് പോകാൻ തന്നെയാ വന്നത്. പക്ഷേ നിന്റെ ഒരു കണ്ണീര് കാണുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല മോളെ. പോട്ടെ, കഴിഞ്ഞതൊക്കെ മറക്കാം, പൊറുക്കാം. പരസ്പരം ഒരു വിചാരണയോ വീഴ്പ്പലക്കലോ ഒന്നും വേണ്ട. ശാഖാബിൻ പറയുന്നു. അതെന്നെ രാഘവേട്ടാ, ഞാനും ആ, സത്യാമ്മയെ പേടിച്ച് തൽക്കാലത്തേക്ക് തുടങ്ങിയൊരു കളിയാ, അത് കയ്യിന്ന് പോയി. ദിവസം കഴിയും തോറും സത്യം പറയാനുള്ള ഭയം കൂടിക്കൂടി വന്നു. ഇതിനിടെ എന്റെ മോൻ അനുഭവിച്ച പ്രാണവേദന എത്രയെന്ന് അറിയോ നിങ്ങൾക്ക്? ടെൻഷനും മനോവേദന എല്ലാം കൂടി അവന് ഭ്രാന്തായി പോകുമെന്നവർ സംശയിച്ചു. വിഷ്ണുവേട്ടനെ അകറ്റി നിർത്തിയപ്പോ ഞാൻ അനുഭവിച്ച നരകം എന്താണെന്ന് അറിയോ അച്ഛന്? ഹോട്ടൽ ഉദ്ഘാടനത്തിന് വിഷ്ണുവേട്ടനെ കബളിപ്പിച്ച് മടങ്ങിപ്പോരുമ്പോ കളക്ടറേറ്റില് എന്നെ തെരഞ്ഞോടി വന്ന വിഷ്ണുവേട്ടനിന്ന് ഒഴിഞ്ഞു മാറുമ്പോ ഈ വീട്ടുമുറ്റം വരെ എന്നെ തെരഞ്ഞു വന്ന വിഷ്ണുവേട്ടനെന്ന് വിളിച്ച് വീടിനുള്ളിൽ പറഞ്ഞിരിക്കുമ്പോ ഞാൻ അനുഭവിച്ചത് എന്താണെന്നറിയോ? ഒരു സ്വർഗം എന്റെ മുന്നിലുണ്ട്. ഞാനൊന്ന് കൈ നീട്ടിയ അതെനിക്ക് സ്വന്തമാ. എന്നിട്ടും ഞാനത് വിട്ടുകളഞ്ഞു. പകരം നരകത്തിന്റെ തീ കിടന്ന് ഒരുക്കി ഓരോ നിമിഷവും. മോളെ, 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 വിഷ്ണുവേട്ടൻ എന്റെ പ്രാണന. പ്രാണവായു ഇല്ലാതെ ഒരു മനുഷ്യൻ എങ്ങനെയാ ജീവിക്കുന്നത്? അങ്ങനെയാ ഇത്രയും നാളെ ഞാൻ ജീവിച്ചോണ്ടിരുന്ന. കണ്ടില്ലേ രാഘവേട്ടാ, വലിയ കളക്ടറെ കാണുന്നേ ഉള്ളൂ, വെറും പൊട്ടിപ്പെട്ട. ഇനിയിപ്പോഴേ സ്വന്തമായിട്ട് മണ്ടത്തരങ്ങളൊന്നും ചെയ്ത് കൂട്ടണ്ടെന്ന് പറയേ. ഇനിയുള്ള കാര്യങ്ങളെ ഞങ്ങൾ മുതിർന്നവർ തീരുമാനിക്കും. ആ, അല്ലേ ഗോപാലകൃഷ്ണ? പിന്നല്ലാതെ. ആ, അല്ല രാഘവേട്ടാ, നാളെ വിഷ്ണുവിന്റെ വിവാഹ നിശ്ചയമെന്ന് പറഞ്ഞു. ഒന്ന് പോകാൻ പറ ശാരദാമേ. വിഷ്ണുവിനോ ഞങ്ങൾക്ക് ആർക്കുമോ ഇഷ്ടമല്ലാതെ ഭാമയ്ക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് മാത്രമായിട്ട് അങ്ങനെ വിവാഹം വെച്ച് നടത്താൻ പറ്റുമോ? അതിനൊരു തടസ്സം ഉണ്ടായിരുന്നുള്ളൂ. ദേ, ഇവള് ഇന്ന് കാണണമായിരുന്നു. ഇവളുടെ അടുത്തുനിന്ന് ഒരു ഉറപ്പ് വേണമായിരുന്നു. അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ആരാ ഇവളുടെ കൂടെ നിൽക്കാത്തെ? വിഷ്ണുവിന്റെ ഭാര്യയെ മുമ്പിൽ നിൽക്കുന്നേ. നിശ്ചയത്തിൽ ഒരുങ്ങിയിരിക്കുന്ന പെണ്ണിന്റെ മുഖത്ത് നോക്കി നീ ആരാണെന്ന് ഇവിടെ ഒറ്റ ചോദ്യം ചോദിച്ചാ അവിടെ ഒരുങ്ങി വീഴുന്നതേ ഉള്ളൂ എല്ലാം.
വിഷ്ണുവിനെ തടഞ്ഞു നിർത്താൻ പിന്നെ ഏത് ശക്തിക്കാ കഴിയുക? മോളെ, നീ വരണം. വിഷ്ണുവിന്റെ പെണ്ണായിട്ട് ജില്ലാ കളക്ടറുടെ എല്ലാ പകട്ടും പത്രാസുമായി നീ സത്യഭാമയുടെ വീട്ടുമുറ്റത്ത് വന്ന് ഇറങ്ങണം. അത് ഈ അച്ഛന് കാണണം. ഞാൻ വരാം അച്ഛാ. കണ്ടില്ലേ, ഇതാ എന്റെ പൊന്നുമോള്, ഇതാ. അയ്യോ, രാഘവേട്ടനെ കുടിക്കാൻ വെള്ളം പോലും എടുത്തില്ല. കുടിക്കാനൊന്നും വേണ്ടെന്ന് ആരാ പറഞ്ഞേ? മോളെ ഇങ്ങോട്ടിരിക്കും, ഇവിടെ ഇരിക്കും. ഇവളുടെ കൈ കൊണ്ടെടുത്തൊരു കാപ്പി വേണം. വർഷം എത്രയായി ഇവളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി കുടിച്ചിട്ട്? പിന്നെ സൂക്ഷിച്ചു വേണം കാപ്പി ഉണ്ടാക്കാൻ. വലിയ കളക്ടറായെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. രാഘവൻ നായരുടെ മരുമോളായിട്ടിരിക്കാനുള്ള യോഗ്യത ഇപ്പോഴും മാഡത്തിനുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചെല്ലടി പോട്ടോ. പാവം കുഞ്ഞുങ്ങള് എന്തുമാത്രം തീ തിന്നു, കഷ്ടപ്പെട്ടു. ഇതിനൊക്കെ ഒരറുതി വേണ്ടേ? എന്നാലും അത് എങ്ങോട്ട് പോയതായിരിക്കും? ഇറങ്ങട്ടെ സാർ. ഇയാൾ വിട്ടോ, ഞാൻ നോക്കിക്കോളാം. ശരി, കാശ് കൊടുത്താണോ സാറേ? അത് ഫോണിൽ നിന്ന് കൊടുത്തു. കേൾക്കാം സാർ. ഇവിടെ ഇരിക്കും സാറേ. ഇത്രയും നേരം സത്യാമ്മ എനിക്ക് തലയ്ക്ക് സ്വൈര്യം തന്നല്ലോ സാറേ. അവക്കെന്ത് പറ്റി? സാർ എവിടെ പോയി? സാർ ഒരു ടാക്സി വേണമെന്ന് പറഞ്ഞു. ഞാനത് വിളിച്ചു തന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടും വിശ്വാസമല്ല. എനിക്കെന്തോ കൂടുതൽ അറിയാവുന്നതുപോലെ പോലീസ് മുറയിലുള്ള ചോദ്യം ചെയ്യലായിരുന്നു ഇത്രയും നേരം. സത്യം പറഞ്ഞ സാർ ഇപ്പോഴെങ്കിലും വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയേനെ. എത്തിയോ? ഇത് എവിടെ പോയതായിരുന്നു? ഒരു സ്ഥലം വരെ പോയി. സ്ഥലത്തിന് പേരില്ലേ? എന്താ ഭാമേ, ഞാനിവിടെ തടവുള്ളിയോ മറ്റോ ആണോ? സ്ഥലവും സമയമൊക്കെ എഴുതി വെച്ച് യാത്ര പോകാനും വരാനും ഒക്കെ. നല്ല ശരീരസുഖമില്ലാത്ത ഒരാള് ആരോടും പറയാതെ എങ്ങോട്ടൊന്നില്ലാതെ പോയാ ചോദിക്കണ്ടേ രാഘവേട്ട? എവിടെയെങ്കിലും വീണ് കിടന്ന് ആരാ നോക്കാൻ?
എനിക്ക് അത്രയ്ക്ക് സൂക്കറൊന്നുമില്ല ഭാമേ. എല്ലാവരോടും പറഞ്ഞങ്ങുണ്ടാക്കുന്നതാ. പിന്നെ എന്തിനാണോ ഈ വടി? വടിയുടെ ആവശ്യമൊന്നുമില്ല ഭാമേ. മനോബലം ഉണ്ടെങ്കിൽ അതിനൊപ്പം തനിയെ കൈവരുന്നതാ ശരീരബലവും. തളർന്നുപോയത് എൻ്റെ ഒരു വശം മാത്രമാണ്. സ്ത്രീയും പുരുഷനും ചേരുന്നതാ പൂർണ്ണതയുള്ള അർദ്ധനാരീശ്വരൻ. അതിലൊരു വശം അത് തളർന്നു. മനസ്സിലായി. ഞാൻ ആ തളർന്ന വശം എന്നല്ലേ പറയുന്നത്. സ്വയം ആലോചിച്ച് നോക്കിയാൽ മതി ഭാമേ, അപ്പം മനസ്സിലാവും. പ്രീതിയുടെ വീട്ടിലെ ഒരു പ്രശ്നം നടക്കുമ്പോഴാണ് ഞാൻ തളർന്ന് വീണത്. അന്ന് നിന്റെ മകളുടെ ജീവിതത്തിൽ കയറി നീ ഇടപെട്ടു. ഒരു കുഞ്ഞു മരിച്ചു. ഞാൻ തളർന്ന് വീണു. ഇപ്പൊ മകന്റെ ജീവിതത്തിൽ കമ്പിട്ടിളക്കിക്കൊണ്ടിരിക്കുക നീ. എന്നിട്ടും നീ ഒന്നും പഠിച്ചിട്ടില്ല. ഓ, ഇപ്പൊ സകലതിനും കുറ്റക്കാരി ഞാനായി. രാഘവേട്ട, ആരൊക്കെ ഇനി എത്ര വിയർത്താലും വെള്ളം കോരിയാലും വിഷ്ണുവിന്റെയും മധുശ്രീയുടെയും വിവാഹ നിശ്ചയം നാളെ നടന്നിരിക്കും. കേട്ടല്ലോ? വൈകാതെ വിവാഹവും നടക്കില്ല ഭാമേ.